ഹായ് മക്കളെ, നീറ്റ് 2025 റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി റിസൾട്ട് ആണ്. 600+ ഒക്കെ കിട്ടിയ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. 6ഓളം പേർക്ക് ഇപ്പൊ 600+ വന്നു കഴിഞ്ഞു. റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 550, 590 ഒക്കെ കിട്ടിയ 100 കണക്കിന് ആളുകൾ ഇപ്പൊ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഇനി 1000ഓളം ആളുകൾ വരാനുണ്ട്, പല മെഡിക്കൽ കോളേജിൽ കയറാൻ പോകുന്ന. അപ്പൊ കേരളത്തിലേക്ക് സൈലം ഇത്രയും വർഷം കൊണ്ട് നിങ്ങൾക്കറിയാം അത്ര ഒരു ബ്രേക്കിംഗ് റെക്കോർഡാണ്, റെക്കോർഡ് ബ്രേക്കിംഗ് ആണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അതിൽ ഒരു സംശയവും എനിക്കില്ല. അപ്പം ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങൾക്കറിയാം എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു ജനറൽ കാറ്റഗറിക്കാരന് ഒരു കേരളത്തിൽ കിട്ടണമെങ്കിൽ ഉറപ്പായും ഒരു 550+ എന്ന ഒരു മാർക്കിലേക്ക് എത്തേണ്ടതുണ്ട്. 550+ എന്ന് പറയുന്നത് ആ ഒരു മാർക്കിലേക്കായിരിക്കും എന്ത് ചെയ്യുക, കട്ട് ഓഫ് എത്താൻ വേണ്ടി പോവുക. ജനറൽ കാറ്റഗറി OBC അതൊരു 545, 540 റേഞ്ചിലേക്ക് എത്തും. ഓൾ ഇന്ത്യ ഒരു 530+ ആയിരിക്കും എത്താൻ സാധ്യത ഉണ്ടാകുക. അപ്പൊ ഈ ഒരു റേഞ്ച് ഓഫ് മാർക്കാണ് വരാൻ സാധ്യതയുള്ള ഏറ്റവും അവസാനത്തെ അലോട്ട്മെന്റിലേക്കൊക്കെ എത്തുന്ന സമയത്ത്. അപ്പം ഈ ഒരു മാർക്കിൽ കുറവ്, നിങ്ങളുടെ ലക്ഷ്യം MBBS ആണെങ്കിൽ ഇപ്പോൾ പരിപാടി തുടങ്ങണം. പരിപാടി തുടങ്ങാന്ന് പറഞ്ഞാൽ 1 സ്റ്റാർട്ട് ചെയ്യുക. ആ 1 സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു തരത്തിലുള്ള, നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 500 കിട്ടി, ഇത്തവണ എനിക്ക് 400 കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഇത്തവണത്തെ മാർക്ക് റേഞ്ച്. അപ്പൊ നിങ്ങൾ അവിടം വരെ എന്ത് ചെയ്തിട്ടുള്ളൂ, എത്തിയിട്ടുള്ളൂ. ഇനിയും കുറച്ചും കൂടെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അപ്പം അത് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്നേ തന്നെ ശ്രമിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 360 മാർക്ക് ബയോളജിയിലും അല്ലെ, ഈ പ്രാവശ്യത്തെ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ 550 കടക്കണമെങ്കിൽ 100 മാർക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണം, മിനിമം ഫിസിക്സ് കെമിസ്ട്രിയിൽ വേണം. അപ്പൊ ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ അതിൽ നിന്ന് കൃത്യമായി കണ്ടെത്തി എഴുതാൻ പറ്റാത്തതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ടെൻഷനാണ്. അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി വന്നാലും എങ്ങനെ അതിനെ ഓവർകം ചെയ്യണമെന്നുള്ള കൃത്യമായ ഐഡിയ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ ഐഡിയ വെച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. ചില ആളുകൾക്ക് പ്രോപ്പർ ആയിട്ട് അവര് അവസാന നിമിഷങ്ങളിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, ആദ്യം നന്നായിട്ട് ലാഗ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ആദ്യം തൊട്ട് തന്നെ സീറോയിൽ നിന്ന് തുടങ്ങണം. ഫ്രം ദി സീറോ. ഒന്നും നിങ്ങൾ എന്താണ് ഒരു ചാപ്റ്റർ എടുത്താൽ അതിന്റെ കോൺസെപ്റ്റ് ഒന്നും ഇതെനിക്കറിയാം അതെനിക്കറിയാം അങ്ങനെയല്ല, എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഒന്നേന്ന് കേൾക്കണം, ആ മൈൻഡിൽ വന്നിട്ട്. പക്ഷെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് അത് വേഗം പഠിക്കാൻ വേണ്ടി പറ്റും. അവിടുന്ന് നിങ്ങൾ എന്താണ് 100ലേക്ക് പോകാനുള്ള ഒരു മനസ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് നമ്മൾ അടുത്ത ഏകദേശം 4ഓളം ബാച്ചുകളാണ് ഫിനിക്സിൽ എല്ലാ സെന്ററുകളും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 4 ഫിനിക്സ് ബാച്ചുകൾ, റിപ്പീറ്റർ ബാച്ച് ആൻഡ് റിപ്പീറ്റർ ബാച്ച്, 2 ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, റിപ്പീറ്റർ ബാച്ചും പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റർ ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റർ ബാച്ചില് നിങ്ങൾക്കറിയാം ഫിനിക്സ് ബാച്ചും ഉണ്ട് അല്ലെ, 475 ലെജൻഡ്സ് ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബാച്ചസ് ആണ് നമ്മൾ ഇനി വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ബാച്ചുകൾ നിങ്ങൾക്കറിയാം, നമ്മൾ തൊട്ടടുത്ത ബാച്ച് എന്ന് പറയുന്നത് ജൂൺ 20 സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാം അല്ലെ. സൈലത്തിൽ റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കെല്ലാം ഓൾറെഡി തന്നെ നിങ്ങൾക്ക് മാർക്ക് ഇല്ലാതെ തന്നെ, മാർക്കിന്റെ ബേസ് പോലും അല്ലാതെ തന്നെ നിങ്ങൾക്ക് 40% നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. കൂടാണ്ട് മാർക്ക് ബേസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മാർക്ക് ബേസ് ചെയ്തിട്ടുള്ളത്. 475 ആൻഡ് എബവ് ആണെങ്കിൽ എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. 475 ആൻഡ് എബവ് 100% ഫ്രീ ആണ്. ദെൻ 450 to 474 നിങ്ങൾക്കറിയാം അവിടെ എന്തൊക്കെയാണ് ഇതിനകത്ത് ഫ്രീ വരിക എന്നുള്ളത്. ഓൾമോസ്റ്റ് എല്ലാം ഫ്രീ ആണ്. ഒരു ചെറിയ ഹോസ്റ്റൽ ഫീസ് മാത്രം അതിൽ വരുള്ളൂ. മന്ത്ലി ഏകദേശം എനിക്ക് തോന്നുന്നു 3500 സംതിങ്, ആ ഒരു റേഞ്ച്. എനിക്കത് കറക്റ്റ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ 6009100300 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ആക്ച്വൽ ഹോസ്റ്റൽ ഫീസ് അല്ല, ഒരു ചെറിയ ഭാഗം മാത്രമാണ് ആ ഒരു റേഞ്ചിൽ വരിക. അവിടെയും കംപ്ലീറ്റ്ലി ഫ്രീ എന്ന് തന്നെ നമുക്ക് എടുക്കാം. ദെൻ ഈ റേഞ്ച് ഇത്രയും പെർസെന്റേജ് ആണ് നിങ്ങൾക്ക് നോക്കി നിങ്ങളുടെ മാർക്ക് റേഞ്ച് ചെയ്താണ്. അത്രയും കോഴ്സ് ഫീൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ട്. കാരണം നിങ്ങൾ ബ്രിമ്മിൽ മിസ് ചെയ്ത് പോയവർക്ക് വീണ്ടും പഠിക്കാൻ വേണ്ടി സൈലം സപ്പോർട്ട് നൽകുകയാണ് 100%. കേരളത്തിലെ നിങ്ങൾക്കറിയാം എല്ലാ ജില്ലകളിലും എന്ന് തന്നെ പറയാം. കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, കോട്ടക്കലുണ്ട്, തൃശ്ശൂരുണ്ട്, ദെൻ കോട്ടയമുണ്ട്, കൊല്ലമുണ്ട്, ആലപ്പുഴയുണ്ട്, തിരുവനന്തപുരമുണ്ട്. ഇത്രയും സ്ഥലങ്ങളിൽ അല്ലെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തമിഴ്നാട്ടിലാണ് കോയമ്പത്തൂരുണ്ട്, തിരുനെൽവേലിയുണ്ട്, തിരുച്ചിയുണ്ട്. ഇവിടെ എല്ലാം സൈലത്തിന്റെ ക്യാമ്പസുകളുണ്ട്. മംഗലാപുരത്തുണ്ട് കർണാടകയാണെങ്കിൽ. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഫിനിക്സ് ബാച്ചിൽ പഠിക്കാവുന്നതാണ്. റിപ്പീറ്റർ ബാച്ചിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക, പഠിച്ച് മുമ്പോട്ട് പോകുക. മക്കളെ, എനിക്ക് ഇത്ര റിക്വസ്റ്റേ ഉള്ളൂ. ഒരു തരത്തിലും ഞാൻ ഇതൊക്കെ പഠിച്ചതാണെന്നുള്ള മൈൻഡ് സെറ്റ് വെക്കാതെ, എനിക്കൊന്നും അറിയില്ല, സ്റ്റാർട്ടിങ് ഫ്രം സീറോ എനിക്ക് എങ്ങനെ എന്ത് ചെയ്യാം 100ലേക്ക് എത്താം എന്നുള്ള മൈൻഡിൽ നിങ്ങൾ തുടങ്ങിയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. അതിലൊരു സംശയവും വേണ്ട. അതിന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഫിനിക്സ് ബാച്ചിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടുമായിട്ട് നമ്മൾ ഉണ്ടാകും. അപ്പൊ 40% ഓഫ് നിങ്ങൾക്കറിയാം 1000 ഫസ്റ്റ് 1000 സ്റ്റുഡൻസിനാണ് ഉള്ളത്. ആ 1000 സ്റ്റുഡൻസിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 40% കോഴ്സ് ഫീൽ
ഓഫർ ഉണ്ടാകും. നിങ്ങൾക്ക് വിളിക്കാം, പഠിക്കാം, മുമ്പോട്ട് പോകാം. 100% നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. റിസൾട്ട് നോക്കി ശ്രമം തുടങ്ങാം. എക്സാക്ട് നിങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ഒരു എക്സാക്റ്റും കൂടെ നടത്താൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ അടുത്ത സൺഡേ നമ്മളത് എന്ത് ചെയ്യുകയാണ്, നടത്തുകയാണ്. 22-ാം തീയതിയാണ് അടുത്ത സൺഡേ വരിക. അടുത്ത സൺഡേ വെരി നെക്സ്റ്റ് സൺഡേ നമ്മൾ എന്ത് ചെയ്യും, അത് നടത്തും. അടുത്ത എക്സാക്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ അത് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അപ്പൊ എക്സാക്ട് ഇനിയും വേണമെന്നുള്ളവർക്ക് എക്സാക്ട് ഇനിയും നമ്മൾ എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഡേറ്റിലേക്ക്. അതിന്റെ ലിങ്കും ഞാൻ കമന്റ് ബോക്സിൽ രജിസ്ട്രേഷൻ ലിങ്ക് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലും കാര്യങ്ങളും കമ്മ്യൂണിറ്റിയിലും ഒക്കെ നൽകുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ തന്നെ വിളിച്ച് തുടങ്ങുക. നമുക്കറിയാലോ ഈ ഒരു റേഞ്ച് എത്തണം. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റേഞ്ചിലേക്ക് എത്തണം. ഈ റേഞ്ച് എത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ആ റേഞ്ചിലേക്ക് എത്താനുള്ള ശ്രമം നമ്മൾ ഇപ്പോഴേ തുടങ്ങണം. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടുമായിട്ട് നമ്മൾ കൂടെ ഉണ്ടാകും. അപ്പൊ ഒരുമിച്ച് ഞാൻ 100% ഉറപ്പ് പറഞ്ഞു, മക്കൾ ആത്മാർത്ഥമായിട്ട് ഇന്നിവിടെ വന്ന നൂറുകണക്കിന് ആളുകളെ കണ്ടപ്പോൾ എനിക്കറിയാം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവർക്കെല്ലാം MBBS എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വർക്ക് അത്ര എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ആ തിരിച്ചറിവുകൊണ്ടാണ്, ആ മിസ്റ്റേക്സ് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയുള്ള ഒരു വർഷമായി കണ്ട് അതിൽ ഇത്രയും സപ്പോർട്ട് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് ആ ലക്ഷ്യത്തിലേക്ക് മുമ്പോട്ട് പോവുക. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് അടുത്ത വർഷത്തിലെ യാത്ര കുറെ ആളുകൾ തുടങ്ങി, അവരെക്കാൾ വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകണം. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.